സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരശ്ശീല വീണിരിക്കുകയാണ്. ട്രാക്കിലെയും ഗെയിംസിലെയും എല്ലാം മത്സരങ്ങൾ പൂർത്തിയായിരിക്കുന്നു. 67ാമത് സ്കൂൾ കായികമേളയിൽ സ്കൂളുകളുടെ ഇനത്തിൽ ചാമ്പ്യന്മാരായിരിക്കുന്നത് ഐഡിയൽ കടകശ്ശേരിയാണ്. 4ാം വട്ടമാണ് മലപ്പുറത്ത് നിന്നുള്ള ഐഡിയൽ സ്കൂൾ ചാമ്പ്യന്മാരാകുന്നത്. ഐഡിയലിലെ വിദ്യാർത്ഥികളുണ്ട്, ഒപ്പം തന്നെ സ്കൂളിലെ പരിശീലകരുണ്ട്, മാനേജറുണ്ട്, മറ്റ് PT അംഗങ്ങൾ എല്ലാവരും ഇപ്പോൾ 24-നൊപ്പം ചേരുന്നുണ്ട്. സാർ, ഞാൻ എവിടെ നിന്ന് തുടങ്ങാം? മാനേജറിൽ നിന്ന് തന്നെ തുടങ്ങാൻ തോന്നുന്നു. എങ്ങനെയാണ് ഈ തുടർച്ചയായ 4ാം വട്ടമാണ് ഐഡിയൽ സ്കൂൾ ഇത്തരത്തിൽ കായികമേളയിൽ വലിയൊരു വിജയം നേടുന്നത്? അതെ, ഐഡിയൽ കടകശ്ശേരി തുടർച്ചയായിട്ട് 4ാമത്തെ തവണയാണ് കായിക ചരിത്രത്തിൽ തുടർച്ചയായിട്ട് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുന്നത്. മലപ്പുറം ജില്ല ഇത് 2ാമതുമാണ് കായിക പട്ടം ചൂടുന്നത്. ഐഡിയൽ കടകശ്ശേരിയെ മുന്നോട്ട് നയിക്കുന്നത് ഒരു കൂട്ടം കായിക അധ്യാപകരാണ്. ഒരു ടീമിന്റെ വിജയമാണ് ഐഡിയലിന്റെ വിജയമെന്ന് പറയുന്നത്. 1-2 കോച്ചസോ അല്ലെങ്കിൽ 2-3 PT കായിക അധ്യാപകരോ മാത്രമല്ല, ഞങ്ങളുടെ ക്യാമ്പസിൽ 16 കായിക അധ്യാപകർ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവർ വ്യത്യസ്ത ഇനങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അത്ലറ്റിക് ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് പ്രിയപ്പെട്ട ടോമി ചെറിയാൻ, മിസ്റ്റർ നദീഷ് ചാക്കോ, ടീം മാനേജർ മിസ്റ്റർ ഷാഫി, മിസ്റ്റർ അഖിൽ, മിസ് തെസ്നി, മിസ്റ്റർ ഹാരിസ് റഹ്മാൻ തുടങ്ങിയ കായിക അധ്യാപകരുടെ കോച്ചസിന്റെ ഒരു വലിയ ടീമാണ് ഞങ്ങൾ അത്ലറ്റിക് ടീമിനെ നയിക്കുന്നത്. അതോടുകൂടെ തന്നെ സ്വിമ്മിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് വ്യത്യസ്ത ഗെയിമുകളിലും ഞങ്ങൾ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. പ്രൈമറി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള കുട്ടികളുടെ കായിക ശേഷിയെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് ഒരു കായിക സംസ്കാരം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ എഴുതി ചേർക്കുക എന്നതാണ് ഐഡിയലിന്റെ പ്രഖ്യാപിതമായ ഒരു വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്. അതിന്റെ വലിയൊരു അഭിമാനകരമായ നേട്ടത്തിന്റെ മുന്നിലാണ് ഇന്ന് ഞങ്ങൾ ഈ കായിക പട്ടം ചൂടുന്നത്. ടീം മാനേജറിനോട് തന്നെ ചോദിക്കാം, ഈ അവസാനമായപ്പോ വലിയൊരു പിരിമുറുക്കം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ തുടക്കത്തിൽ പാലക്കാടൊക്കെ ചെറിയൊരു മുൻതൂക്കം എടുക്കുന്നത് കണ്ടു, റിലേ മത്സരങ്ങളോട് അടുക്കുമ്പോൾ ചെറിയൊരു പിരിമുറുക്കമൊക്കെ ഉണ്ടായിരുന്നോ? അല്ല, അത്തരത്തിലൊരു സമ്മർദ്ദം ഞങ്ങൾ ടീമിന് ഉണ്ടായിട്ടില്ല. ആദ്യം തന്നെ ഷെഡ്യൂളുകൾക്ക് ഞങ്ങൾക്ക് ആദ്യ ദിനങ്ങൾ വളരെ കുറവായിരുന്നു, ഇവന്റുകളെല്ലാം. അതിനപ്പുറം 2ാം ദിവസം 3ാം ദിവസം എത്തിയപ്പോഴേക്കും ഐഡിയലിന്റെ ഒരു കുതിപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും. തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളെല്ലാം ഐഡിയൽ തന്നെയാണ് മുന്നിലേക്ക് വന്നത്. ഞങ്ങൾക്ക് ആ ഷെഡ്യൂൾ കണ്ടപ്പോൾ ഞങ്ങൾക്കറിയാം അവസാനം ഞങ്ങൾ തന്നെയായിരിക്കും ചാമ്പ്യന്മാരെന്നുള്ളത്. അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല, പ്രതിസന്ധികൾ ഉണ്ടായില്ല. ഈ അത്ലറ്റിക്സിലെ ഏത് വിഭാഗം കേന്ദ്രീകരിച്ചായിരുന്നു ഈ തവണ അത് ആ മേഖലയിൽ നിന്ന് കൂടുതൽ മെഡലുകൾ നേടുക? അത്തരത്തിലൊരു ടാക്ടിക്സ് ഉണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങള് ഫീൽഡിലും ട്രാക്കിലുമായിട്ട് എല്ലാ ഈവന്റുകളിലും കുട്ടികളെ നമ്മൾ ഫീഡ് ചെയ്തിരുന്നു. ചിട്ടയായ പരിശീലനത്തിലൂടെ നമ്മൾ ഒരു ടീം വർക്ക് പോലെ കോച്ചസ്, ടീം മാനേജേഴ്സ്, ചെയർമാൻ എല്ലാവരും ഒരു ഒറ്റക്കെട്ടായി നിന്നിരുന്നു. അതിന്റെ ഒരു റിസൾട്ടാണ് നമുക്ക് 4ാം പ്രാവശ്യവും നമുക്ക് ബെസ്റ്റ് സ്കൂളായി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനം ഇത്തവണ പലരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്. അപ്പോ എത്ര അംഗ ടീമായിരുന്നു? ആ ടീമിൽ ഏതൊക്കെ മേഖലയിലായിരുന്നു പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്? പ്രത്യേകത 60ഓളം വരുന്ന ഐഡിയൽ സംഘത്തില് ഞങ്ങൾ 53 പേരും ഇങ്ങോട്ട് എത്തി എന്നുള്ളതാണ്. മലപ്പുറം ജില്ല പോലെ ഒരു വലിയ ജില്ലയിൽ ഏറ്റവും മികച്ച മത്സരം നടന്ന ജില്ലയിൽ തന്നെ 53 പേരോളം സംസ്ഥാന മേളയ്ക്ക് ഇങ്ങോട്ട് എത്തി എന്ന് പറയുന്നത് അത് ഞങ്ങൾ ടീമിന്റെ കെട്ടുറപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ മേഖലയിലും ഞങ്ങൾ കൈയെടുത്തിരുന്നു. ട്രാക്കില്, ഫീൽഡ് കോച്ച് കുറച്ചുമേ പറഞ്ഞു. അപ്പൊ ആ തരത്തിലേക്ക് നല്ല ശ്രദ്ധയോടുകൂടി അടുക്കും ചീട്ടോടും കൂടിയാണ് ശരിക്കും ഈ ടീമിനെ ഫീൽഡ് ചെയ്തത്. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയത്തിന് പ്രധാനപ്പെട്ട കാരണം. കുട്ടികളിലേക്ക് വന്നെങ്കിൽ എല്ലാവരും ചാമ്പ്യന്മാരാണ്. എനിക്ക് പുറകിൽ നിൽക്കുന്ന എല്ലാ കുട്ടികളും ചാമ്പ്യന്മാരാണ്. ഓരോരുത്തരോടും സംസാരിക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിച്ചത് തന്നെയാണ് ഈ ഒരു കെട്ടുറപ്പും ഇവരുടെ ഒരു പ്രകടനവും ഐഡിയൽ വ്യത്യസ്തമാക്കുന്നത് എവിടെയാണ്? ഐഡിയൽ സ്കൂളിന്റെ ചെയർമാനാണ് ഞാൻ. ഐഡിയൽ സ്കൂള് തുടക്കത്തിൽ തന്നെ ഇത്തരം കുട്ടികളെ കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അത് ഒരു ചാരിറ്റി ഉള്ള ഒരു സ്കൂളാണ് ഐഡിയൽ സ്കൂൾ. അതിന്റെ LKG മോണ്ടിസോറി മുതൽ തന്നെ കുട്ടികളെ തരംതിരിച്ച് കുട്ടികളുടെ വാസന എന്താണെന്ന് നോക്കി അവർ ഏത് വിഭാഗത്തിൽ മാറ്റാൻ പറ്റുമെന്ന് നോക്കി അവർക്ക് തുടങ്ങുന്ന ഒരു പ്രവർത്തനമാണ് അവരെ ഈ അഭ്യസിപ്പിക്കൽ. അതിൽ ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് തിരിയും. അത് വലിയ പിന്തുണ നൽകി അതിനാവശ്യമായ മുഴുവൻ സൗജന്യമായി നൽകി എല്ലാ ചെലവുകളും ഞങ്ങൾ വഹിച്ച് ഈ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ ഐഡിയലിന്റെ പേരിൽ നിന്ന് ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടുണ്ട്. കുറച്ചൊന്നുമല്ല, 100 കണക്കിന് കുട്ടികൾ സ്ഥാപനത്തിലേക്ക് വലിയ ഉയർന്ന തലങ്ങളിലേക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് പോയിട്ടുണ്ട് ഇത്രയും വർഷത്തിന്റെ ഇടയിൽ. അപ്പൊ അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഇതൊരു ചാരിറ്റിയാണ്. ആ ചാരിറ്റി ആയതുകൊണ്ടാണ് അതങ്ങനെ ചെയ്തത് കേട്ടോ. എന്തായാലും സംസ്ഥാന സ്കൂൾ കായികമേള അവസാനിക്കുമ്പോൾ അത്ലറ്റിക്സിൽ മലപ്പുറം ചാമ്പ്യന്മാരാകുന്നു. മലപ്പുറത്തെ ചാമ്പ്യന്മാരാക്കിയതിൽ എനിക്ക് പിറകിൽ കാണുന്ന ഈ ഐഡിയൽ സ്കൂളാണ് അതിന്റെ നിർണായക പങ്ക് വഹിച്ചത് എന്നുള്ളതാണ് വളരെ അഭിമാനത്തോടുകൂടി ഈ വിദ്യാർത്ഥികളോടൊപ്പം നിന്ന് പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം റാഫി കരീം, 24.